ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഓണം റിലീസായിട്ട് വലിയ ഹൈപ്പൊന്നും ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ ആസിഫ് അലിയുടെ കിഷ്കിന്ധകാണ്ഡം. ഇപ്പോഴത്തെ മലയാളത്തിലെ 2024 ഓണച്ചിത്രങ്ങളിലെ ആദ്യത്തെ വിജയ സ്റ്റാറ്റസ് തിയേറ്ററുകളിൽ നേടിയെടുക്കുന്ന സിനിമയായിട്ട് ഇന്നത്തോടെ കിഷ്കിന്ധകാണ്ഡം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് 5ാം ദിവസത്തെ കളക്ഷനോടെ 14 കോടി രൂപയ്ക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ കടക്കുമെന്ന റിപ്പോർട്ടുകളുള്ള കിഷ്കിന്ധകാണ്ഡം തിയേറ്ററുകളിലെ വിജയ സ്റ്റാറ്റസും നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ ആസിഫ് അലി, വിജയരാഘവൻ, അപർണ ബാലമുരളി തുടങ്ങിയവരൊക്കെ അഭിനയിച്ച കിഷ്കിന്ധകാണ്ഡം ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിൽ വളരെ മികച്ച അഭിപ്രായങ്ങൾ, ഒപ്പം തന്നെ മലയാളത്തിലെ തന്നെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്ന്, ഒപ്പം തന്നെ ബെസ്റ്റ് സ്ക്രീൻ പ്ലേ തുടങ്ങിയ അഭിപ്രായങ്ങളെല്ലാം തന്നെയാണല്ലോ ഭൂരിഭാഗം മലയാള സിനിമാ പ്രേമികളിൽ നിന്നും സിനിമ നേടിയെടുത്തത്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 12-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയ അന്ന് മുതൽ തന്നെ ലാലേട്ടന്റെ ദൃശ്യം എന്ന സിനിമയുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുന്ന കിഷ്കിന്ധകാണ്ഡം എന്ന സിനിമയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. അത്രത്തോളം പ്രതീക്ഷിക്കാത്ത ഞെട്ടിപ്പിക്കുന്ന 2ാം പകുതിയായിട്ടാണ് കിഷ്കിന്ധകാണ്ഡം എന്ന സിനിമയുടെ 2ാം പകുതിയെ പ്രേക്ഷകർ കാണുന്നത്. ആസിഫ് അലി ഇതുവരെ അഭിനയിച്ച സിനിമകളിൽ ഏറ്റവും കരിയർ ബെസ്റ്റ് ആയിട്ടൊക്കെയാണ് ഇതിനോടകം തന്നെ സിനിമയെ വാഴ്ത്തുന്നത്. ഇതിനിടയിൽ ബോക്സ് ഓഫീസിന്റെ കാര്യത്തിലാണെങ്കിലും സിനിമ വളരെ മികച്ച രീതിയിൽ മുന്നേറുന്ന, ഒപ്പം തന്നെ കരിയർ ബെസ്റ്റ് ആസിഫ് അലി സിനിമയുടെ കളക്ഷനിലേക്ക് പോകുന്ന കാഴ്ചയെല്ലാം തന്നെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ 2024 വർഷം ആസിഫ് അലി എന്ന നടനെ സംബന്ധിച്ചാണെങ്കിലും താരത്തിനെ സംബന്ധിച്ചാണെങ്കിലും ഇപ്പോഴിതാ മികച്ചതായി മാറിയിരിക്കുകയാണല്ലോ. ഈ വർഷത്തിലെ ആദ്യത്തെ ആസിഫ് അലി നായകനെത്തിയ സിനിമ ലെവൽ ക്രോസ് കളക്ഷൻ വൈസ് വലിയ കളക്ഷനിലേക്ക് പോയില്ലെങ്കിലും അഭിപ്രായങ്ങൾ കൊണ്ട് മികച്ചതായിരുന്നു. സിനിമയുടെ ഫൈനൽ കളക്ഷനായ 2 കോടി ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് കിഷ്കിന്ധകാണ്ഡം മറികടന്നിരുന്നു. തൊട്ട് പിന്നാലെ അഡിയോസ് അമിഗോ എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷനായ 6 കോടിക്കടുത്ത് കളക്ഷനും കിഷ്കിന്ധകാണ്ഡം ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസത്തെ കളക്ഷൻ കൊണ്ട് മറികടന്നിരിക്കുകയാണ്. ഇനി ഈ വർഷത്തിലെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുത്ത ആസിഫ് ചിത്രമായ തലവന്റെ ഫൈനൽ കളക്ഷൻ കൂടി അടുത്ത ദിവസങ്ങളിൽ കിഷ്കിന്ധകാണ്ഡം മറികടക്കുമെന്ന് ഉറപ്പാണ്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 15 കോടി നാളെ കടക്കാനായിട്ട് ഒരുങ്ങുന്ന 20-25 കോടിയെല്ലാം തന്നെ ഉടനെ കടക്കാനായിട്ടിരിക്കുന്ന സിനിമ അതിനേക്കാൾ ഒരുപാട് മുകളിലേക്ക് എത്തപ്പെടട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. നിങ്ങൾ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ എന്തെല്ലാം? കാത്തിരിക്കൂ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.